ഇന്ന് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ എന്നെ പ്രപ്പോസ് ചെയ്തു. എന്നിട്ട് നീ എന്താ പറഞ്ഞു? സത്യത്തിൽ ഞാൻ നോ പറഞ്ഞ്. പക്ഷെ നോ പറയുന്നതിന് മുമ്പ് ഞാനൊന്ന് ചിന്തിച്ചായിരുന്നു. ശരിക്കും ഈ പ്രായത്തിൽ പ്രേമിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. നിന്റെ പ്രായത്തിൽ എനിക്കും ചെറിയ പ്രേമൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാർക്കും ഉണ്ടായിരുന്നു. അതൊക്കെ പക്ഷെ ഒരു 90% ഫ്ലോപ്പായാൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പ്രായത്തിലെ പ്രേമം ഇച്ചിരി റിസ്ക് ആണ്. ആണോ? എന്ത് റിസ്കാ? എടി, ഒന്നാമത്തെ കാര്യം നിന്റെ ഏജ് എന്ന് പറഞ്ഞാൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ. ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കര ഫ്ലോപ്പായിട്ടുള്ളൊരു സമയം ഇത്. സോ നീ ഇപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണറിനെ തിരഞ്ഞെടുത്താൽ കുറച്ച് വർഷം കഴിയുമ്പോൾ നിനക്ക് അല്ലെങ്കിൽ നിൻ്റെ കൂടെയുള്ള ആൾക്ക് തോന്നും കുറച്ചൊരു ബെറ്റർ ഓപ്ഷൻ ആകായിരുന്നു. പിന്നത് തേപ്പായി വഴക്കായി. എന്തിനാ അതൊക്കെ? അതൊരു പോയിന്റ് ആണ്. യെസ്, അതാ ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ ഒക്കെ ഒരു ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമുക്ക് പറ്റിയൊരു പാർട്ട്ണർ ആരാന്ന്. സോ അന്നേരം സെലക്ട് ചെയ്താൽ നല്ലത്. അപ്പോൾ എന്താ നമ്മൾ ഈ പറയുന്ന പോലെ ഒട്ടും ടോക്സിക് അല്ലാത്ത നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലോട്ട് നമുക്ക് പോകാൻ പറ്റും. മനസ്സിലായോ? ചേട്ടൻ്റെ ലവർ എന്താ ചെയ്യുന്നത്? അവൾ എഞ്ചിനീയറാണ്. ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തി. അതെന്താ നിർത്തിയത്? അതവൾ ഈ സൈറ്റിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് ബംഗാളികളുണ്ട്. അതിന് അത് അവന്മാരവളെ വായി നോക്കും. എനിക്കത് ഇഷ്ടമല്ല. ഒരു കാര്യം ചെയ്യ് ചേട്ടാ, ആ ചേച്ചിക്ക് 2 പർദ്ദ മേടിച്ചോട്. അതാകുമ്പോൾ ആരും വായി നോക്കത്തില്ലല്ലോ. ഇടി, അതൊക്കെ ഞാൻ പണ്ടേ വാങ്ങിച്ചു കൊടുത്ത്. അവൾ ഇടണ്ടേ? അനുസരണയില്ലാത്ത ജന്തു. ചേട്ടൻ ഉപദേശിച്ചപ്പം ചേട്ടൻ ഇത്രയും ടോക്സിക് അല്ലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ശരി, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഈശ്വരാ, ചേച്ചിയെ കാത്തോണേ.